അസലായിട്ടുണ്ട്. ഈ സൂപ്പാരെ വെച്ചേ മല്ലികേ. എന്താ മുഖം പാടിയിരിക്കുന്നേ? അവൾ വീട്ടിലോട്ട് പോട്ടെ. പിന്നെ അവൾ അച്ഛനില്ലേ, അയാളെയും കൂടി കൂടെ കൂട്ടിക്കോട്ടെ. തമാശ പറയാതെ എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? കാരണം പറ. മനുഷ്യ, നിങ്ങളോട് ഞാൻ പറഞ്ഞേ, ഇന്ന് പോലീസുകാരൊക്കെ വന്നിരുന്നു. എന്തിനാ? ഇവിടെ ഒരുത്തില്ലേ സാറ, അവളെ ഫ്രണ്ട്സാളെല്ലാം കൂടി കൂടിയിട്ട് ഒരു പോലീസുകാരനെ കൊണ്ടുവന്നിരുന്നു. അവളെ നമ്മളെ ഈ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവള് പറഞ്ഞെടുത്തു. പോലീസ് എന്താ പറഞ്ഞേ? അല്ല, സാർ എന്താ പറഞ്ഞേ? സാറ് പറഞ്ഞു ഇത് വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന്. എന്റെ ദൈവം, ഇതൊക്കെ എപ്പോ നടന്നതാ? സമയൊന്നും ഞാൻ നോക്കിയില്ല. ചേട്ടാ, എന്തായാലും നമുക്ക് നാളെ ഇക്കാര്യങ്ങൾ ചെയ്യാം. സാറിയെ പറഞ്ഞേക്കും ചെയ്യാം, പിന്നെ നമ്മളെ അളിയനെ പറഞ്ഞേക്കും ചെയ്യാം. അതെ അതെ അതെ, അതാ നല്ലത്. മനുഷ്യരെ നാണം കെടുത്താനായിട്ട്. പോലീസ് വന്നത്. ഇനിയിപ്പോ ചത്ത കുട്ടിയുടെ ജാതകം നോക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്കങ്ങനെ പലതും പറയാം. നാളെ അൽവാസിലേക്ക് ചെല്ലുമ്പോ അറിയാം ഓരോന്ന് പറഞ്ഞുണ്ടാക്കും അവര്. ഇത് നേരത്താണോ അവൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തോന്നിയത്? മല്ലിക നിക്കൂ. സാറ അങ്ങനെ പറഞ്ഞത് ഭാഗ്യായി പോയി. അതെ, അല്ലെങ്കിൽ ജയിലിൽ ഉണ്ട കഴിച്ചേനെ നമ്മള്. ചേച്ചി, ഞാൻ പോവുക. ഞാൻ മുന്നേ പറഞ്ഞതല്ലേ നിനക്ക് എന്തോ വലുതെന്തോ വരാനുണ്ടെന്ന്. അതെ, എന്തായാലും നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങ്. എനിക്കിത് പറയാനുള്ള അധികാരമില്ല, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ആര് പറഞ്ഞു? ഈ വീട്ടിലുള്ള ഓരോരുത്തരെക്കാളും അധികാരം ആശ ചേച്ചിക്കുണ്ട്. എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ചേച്ചിയെ തനിച്ചാക്കിയാണല്ലോ ഞാൻ പോകുന്നേന്ന് ആളിക്കുമ്പളാ. അതൊന്നും സാരില്ല മോളെ. ഇതെന്താ ഈ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പോകുന്നേ? സ്വർഗത്തിലേക്ക്. എനിക്കൊരു ടിക്കറ്റ് തരുമോ സ്വർഗത്തിലേക്ക്? അങ്ങനെ പിശാചുക്കള് സ്വർഗത്തിൽ കയറണ്ട. ദേ ആശേ, നീ ആരാന്ന് വിചാരം? ഇവിടുത്തെ വേലക്കാരിയല്ലേ, അല്ലാതെ ഇവിടുത്തെ യജമാനത്തിയൊന്നല്ലോ. ഞങ്ങള് പറയുന്ന പോലെ വേണം നീ കേൾക്കാനായിട്ട്. പിശാചൊക്കെ നിന്റെ മക്കളെ പോയി വിളിച്ചാ മതി. എന്താ ഇത്? ദേ പെണ്ണെ, നിന്നോട് ചോദിച്ചേ എവിടേക്ക് പോണേന്ന്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. നിന്റെ വീട്ടിലേക്കോ? അതെ. മനസ്സിലായില്ല, ഇതെന്താ സംഭവം? എന്താ? ഇവിടെ പോലീസുകാരൊക്കെ വന്നിരുന്നു. അവര് പറഞ്ഞതാ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞേക്കണെന്ന്. വാട്ട്? പോലീസ് എപ്പോഴും വന്ന്? നീ ക്ലാസ് പോയപ്പോ വന്നതായിരുന്നു. ഓ നോ. അപ്പോ ഇനി സാർ ഇങ്ങോട്ട് വരത്തില്ല? ഇല്ല. താങ്ക് യു. എനിക്ക് എന്റെ ഈ റൂം കിട്ടിയല്ലോ. ഇനി ഞാൻ പോവാ. നീ പൊയ്ക്കോ. നിന്നാരവിടെ പിടിച്ചു വെച്ചേ? ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചതേ? അത് അന്ന് തോന്നിയ അബദ്ധം. ഇനി പെട്ടെന്ന് പോവാൻ നോക്ക്. ചേച്ചി പോവാണോ? അതെന്താണ് ചേച്ചിക്ക് പോയാല്? ഇണ്ടാതൊരു സ്ഥലത്ത് നിക്ക്. എന്തിനാ അവനോട് ചൂടാവുന്നേ? ദേ കൊച്ചേ, നിനക്ക് പോവാണ്ടെങ്കിൽ പെട്ടെന്ന് പോവാൻ നിക്ക്. അവര് പോലീസ് പട്ടാളത്തിലേക്ക് വന്നോളവള്. ഇത് നല്ല കഥ. ഞാനെന്ത് ചെയ്തിട്ടാ? നിങ്ങളെല്ലാം കൂടി ഉപദ്രവിച്ചിട്ടല്ലേ? ഓ, ഒന്ന് നുള്ളു പിച്ചക്ക് ചെയ്യണ്ട്. ഇത്ര വലിയ ഉപദ്രവമാണോ? ആണ്. ആണെങ്കിൽ ഇത് പൊയ്ക്കോ. ചേച്ചി, സാറ, ഞാൻ പോവാ. കുറെ നേരമല്ലോ. ഇനി എന്നെ കാണാ? അറിയത്തില്ല. ശല്യം പോയി എന്ന് വിചാരിച്ചാ മതി. എന്നാൽ നമ്മൾ ഒരു ആഗ്രഹം നടന്നില്ലല്ലോ. പറഞ്ഞിട്ട് എന്ത് കാര്യം? മതിയാക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, ഇനി ഇതിനെ കുറിച്ചിട്ട് ഇവിടെ ഒരു ചർച്ച ഉണ്ടാവാൻ പാടില്ല. നീ വീണ്ടും റോക്കി സഹിക്കണല്ലോ. നീ ആയിട്ട് കൊടുത്തല്ലേ നിന്റെ അനിയത്തിന്റെ മകനെ? ഇനിയിപ്പോ എല്ലാം കൂടി കുറ്റം. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ? സാറില്ല, ഇനി നിർത്ത്. കേട്ട് മടുത്തു. അതെ, ഈ വയ്യാത്ത കയ്യും വെച്ചിട്ടാണോ? അതിനെന്താ പ്രശ്നം? നീ ഇത്രയും കാലായിട്ട് കയ്യിനൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോഴൊന്നും നീ സ്കൂൾക്ക് പോവാത്ത നീ ഇപ്പൊ പോകുന്നു. എന്താ അറിയില്ല, പഠിക്കാഞ്ഞിട്ട് എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ് പോവാ. അത്രക്ക് വേണോ? ഒരു 2-3 ആഴ്ചയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് പോ. നിന്റെ കയ്യിനൊക്കെ നല്ല പരിക്ക് പറ്റിക്കണേ. എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്കാണോ? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് എന്തായിരുന്നു ക്ലാസ് പോകണം. ഒരത്തിന് എനിക്ക് യൂണിഫോം ഒന്നും ഇടാൻ പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഈ ഡ്രസ് ഇട്ടത്. അസുഖം അധികമാവുള്ളൂ, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക. അതിനുശേഷം വന്നാ മതി നീ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാനിന്ന് പോണെന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും പോയേ പറ്റൂ. എന്നാ അവൻ പോട്ടെ. എന്തോ നീ പറയണേ? അവസ്ഥയിൽ അവൻ അയക്കേ? നമ്മളിപ്പോ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്തായാലും പോവൂ. അങ്ങനെ അവൻ പോവോ? അവൻ പോവൂല. അവൻ അമ്മ പറഞ്ഞ പോലെ അനുസരിക്കും. കണ്ടോ, അവൻ പോയല്ലേ? അതെ അതെ അതെ. എന്റെ ദൈവമേ, പക്ഷെ എന്തായിരിക്കും അവൻ പോവാനുള്ള കാരണം? നീ പോയി അന്വേഷിക്കേ. അപ്പൊ ഇതാണ് കാരണം ഇന്ന് ക്ലാസ്സിൽ വരാനുള്ള. ഇവളങ്ങനെ ക്ലാസ്സിലെത്തി. ഫീസ് വാങ്ങി പോയതിൽ അവള് വീണ്ടും കയറിയോ?
ഇതെങ്ങനെ സാധ്യമാകും? ഓനെ പോലെ വരാൻ പറ്റുമോ? മാം മതി മതി മതി. എന്താ ഇത്? TC വാങ്ങിട്ട് പോയിട്ട് എന്റെ അനുവാദം ഇല്ലാതെ ക്ലാസ് കയറിയിരിക്കുന്നോ? ഇത് സ്കൂളാ, അതിനായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അയ്യോ മാം. എന്തോന്ന് മാം? എന്താ അധികാരത്തിലാ ക്ലാസ്സിൽ കയറിയിരിക്കുന്നേ? അതല്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി വലിയ ധാരണയില്ല. സോറി. എന്തായാലും നാളെ ഞാൻ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാം. എന്താണ് സബ്മിറ്റ് ചെയ്യാന്ന്? TC മേടിച്ചു പോയിക്കാണ്ട് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമോ? ഇമ്പോസിബിൾ ആണ്, പോസിബിൾ അല്ലാതൊന്നും. എന്തായാലും ഇന്ന് വന്നതല്ലേ, കേറിയിരുന്നോ? നാളെ മുതൽ ക്ലാസ്സിൽ വരാൻ പറ്റില്ല. അയ്യോ മിസ്, അങ്ങനൊന്നും പറയല്ലേ. മിസ്സിന് അറിയോ? എനിക്കൊന്നും കേക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സംഭവിക്കൂ. റൂബിയായി പറയുന്നത്. ഓനെ പോലെ വരാന് ഇത് നിന്റെ വീടല്ല. ഞാൻ ഇത്ര കാലം വേറെ വീട്ടിലായിരുന്നു. അവരെന്നെ ഉപദ്രവിക്കായിരുന്നു. സത്യമായിട്ടും പോലീസൊക്കെ വന്നല്ല. അതൊക്കെ ഇവിടെ പറയണേ എന്ത് കാര്യമുള്ളത്? ഇതൊക്കെ ഞാൻ നിന്നോട് ചോദിച്ചോ, നിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ? അതിന് നീ ആരാ? ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ ചെയ്താൽ മതി. നിനക്ക് നാളെ മുതൽ ക്ലാസ്സിൽ വരാൻ പറ്റില്ല. പോലെ വരിക പോവാ. ഇതെന്തോന്ന്? സോറി മാം, ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല പ്ലീസ്. അയ്യേ, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് പ്രൈവറ്റ് അല്ലേ, പിന്നെന്ത് പ്രശ്നം? അതൊന്നും നീ നോക്കണ്ട, മനസ്സിലായി നിനക്ക്? എന്തോന്നിത്? പ്രൈവറ്റ് സ്കൂൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോഴും പ്രിൻസിപ്പൾക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല. ഇതിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റാക്കണം ഇതൊക്കെ. ഏബിൻ എന്തായാലും എന്നെ സഹായിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ആരാ ഏബിൻ? വന്നപ്പോ തന്നെ നല്ല മൂഡിലാണല്ലോ. അതൊന്നും പറയണ്ട. അതെന്താ? കേറിയപ്പോ തന്നെ പ്രിൻസിന്റെ അടുത്ത് നല്ലോണം കേട്ടു. അതൊന്നും കാര്യാക്കണ്ട. അല്ല, നിന്റെ കയ്യിന് ഇപ്പോഴും നല്ല പ്രശ്നമുണ്ടല്ലേ? ഇത്ര ബുദ്ധിമുട്ട് എന്തിനാ വരുന്നേ? കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തുവിടായിരുന്നു. എന്തിനാ ഇതൊക്കെ? ഇങ്ങനെ വരാണെങ്കിൽ നിന്റെ കൈ രസം കൂടെ ഇല്ലുള്ളൂ. സാർ ഇത്രേ കാലത്ത് ലീവ് അല്ലായിരുന്നോ? ഇപ്പഴല്ലേ നീ വരുന്നേ? ഈ ദിവസം വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് ദിവസം വരിക? എന്നെ കാണാൻ വേണ്ടിട്ടാണോ വന്നേ? അങ്ങനെയൊന്നുമില്ല, കൊറേ കാലമായി ഞാനും ക്ലാസ്സിലേക്ക് വന്നിട്ട്. ഇതെന്റെ ആദ്യത്തെ ക്ലാസ്സും അവസാനത്തെ ക്ലാസ്സും ആയിരിക്കും. ചുമ്മാ തമാശ പറയല്ലേ. എന്താ നിനക്ക് പറ്റിയത്? കാര്യത്തിൽ പറയാ ഞാന്. എന്താ സംഭവം? പ്രിൻസിപ്പൾ എന്നോട് കൊറേ കാര്യം പറഞ്ഞു. ഇതാണ് അത്ര വലിയ കാര്യം. ഇതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം. എന്നാ കുഴപ്പമില്ല. അവിടെ വരുന്നു. കാണുന്നുണ്ട്. ഹായ് ജാസ്മിൻ, ടിൻറ്റു. തേങ്ങ, നീ എന്താണ് വിചാരിച്ചേ? ഞാൻ നിന്നെ സഹായിച്ചതാണെന്നോ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിന്നെ ഈ സ്കൂൾക്ക് കയറ്റിയിരുന്നോ? നോ വേ മോളെ, നോ വേ. അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല. അത് നിന്നോട്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓഫ് കോഴ്സ്, എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. നീ കണ്ടോ മോളെ, കണ്ടോ? നിന്റെ കണ്ണ് രണ്ടും തുറന്നിട്ടേ നീ കണ്ടോണ്ടോ? കാരണം നിനക്ക് ഡെയിലി ഓരോ പണികളായിരിക്കും. നിനക്ക് എബിനെ വേണല്ലേ? നന്നായിട്ട് തരാം. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് അവളെ മെയിൻറ്റ് പോലും ചെയ്തില്ലല്ലോ. സത്യം ജാസ്മിൻ, ഇനി അവള് നമ്മളെ പേടിക്കൂലേ? നോ വേ. നിനക്കെന്തായാലും പേടിയില്ലാത്തേ? അയ്യോ, എന്താ ചെയ്യല്ലേ? അയ്യോ പ്ലീസ്. എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലേ നീ വേറെ ആളെ നോക്കിയാ മതി. വല്ലാതൊക്കെ ഷൈൻ ചെയ്യലേട്ടോ. ഇന്നെന്തായാലും ഒരു പരുവ ഞങ്ങൾ ആക്കിക്കോ. ആരാക്കാണെന്നൊക്കെ പറഞ്ഞേ. നിനക്കത്തെ പേടിയില്ലാത്തേ? എനിക്ക് ഇതുപോലെ വഴിയിൽ കാണുന്ന ആളുകളോടൊന്നും സംസാരിക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് ഒരുപാട് പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായില്ലേ വന്നിട്ട്. നമുക്ക് വേറൊരു സമയത്ത് സംസാരിക്കാം, ഓക്കെ? സാരില്ല ജാസ്മിൻ, ഇപ്പൊ ഇവിടെ വെച്ച് നമ്മളോട് പറഞ്ഞതും മുന്നേ കൊടുക്കാൻ വെച്ച ബാക്കി എല്ലാം കൂടി നമുക്ക് തികച്ചും കൊടുക്കാം.